ഹായ്, സിന്ധു സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സോയാ ചങ്ക് വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക്, ചോറിനും ഒക്കെ നോൺ വെജ് കഴിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമുക്കതൊന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മളിന്ന് സോയാ ചങ്ക് ഉപയോഗിച്ചിട്ട് നല്ലൊരു റോസ്റ്റ് അല്ലെങ്കിൽ കറി പോലെ എടുക്കാം, റോസ്റ്റായിട്ടും എടുക്കാം. അപ്പോൾ അത്തരം ഒരു കറിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ സോയാ ചങ്കിൻ്റെ ബോൾ തീരെ ചെറുതാണ് കേട്ടോ. വലുതുണ്ട്, ഇത് ചെറുത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമുക്ക് നല്ല ചൂട് വെള്ളം ഒഴിക്കാം. ചൂട് വെള്ളം ഒഴിച്ച് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഈ ചൂടാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ സോയാ ചങ്ങൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് നന്നായിട്ടൊന്ന് വീർത്ത് വരും. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. സോയാ ചങ്ങ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് 2-3-4 പ്രാവശ്യം കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിത് കഴുകിയിട്ട് വരാം. സോയാ ചങ്ങ് ഇതാ കഴുകി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിത് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഉണ്ട്. അതിലേക്ക് നമുക്കിത് ഒന്നും കൂടെ വന്നിട്ട് പിഴിഞ്ഞ് തന്നെ ഇടാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി, ലേശം ഗരം മസാല, ആവശ്യമുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് വേണം ബാക്കി നമുക്ക് റോസ്റ്റൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് സോയാ ചങ്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് നമ്മൾ പാനി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകം ഇടാം. പിന്നെ ഇച്ചിരി കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക കേട്ടോ. അത് 2 കഷ്ണം വെച്ചിട്ട് അതും കൂടി ഇടാം. ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2-3 വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുക്കാം. അതുപോലെ ആ കൂടെ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സവോള നന്നായിട്ടൊന്ന് എളുപ്പത്തിലൊന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം.
ആദ്യം നമ്മൾ ഒരു 1 ടേബിൾ സ്പൂൺ 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുക കേട്ടോ. 3/4 ടേബിൾ നന്നായിട്ട് തീ കുറച്ചിട്ടിട്ട് വേണേ. മുളക് പൊടി ഒരു 1/2 ടീസ്പൂണും കുറച്ചും കൂടി ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ലൊരു എരിവ് ഉണ്ടാവും. കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ലേശം പെരുംജീരകത്തിൻ്റെ പൊടി, ലേശം കുരുമുളകിൻ്റെ പൊടി. നമ്മൾ വേവിച്ച കൂട്ടത്തിൽ ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ലേശം ഇതിലും കൂടെ ചേർക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇത് ആദ്യം ചേർക്കണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് ചേർക്കുന്നതല്ലേ. ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന സോയാ ചങ്കിനനുസരിച്ച് സവോള ബാക്കിയുള്ള ചേരുവകളും എല്ലാം എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് അപ്പോൾ ഒന്ന് നമുക്കൊന്ന് അടച്ചു വെച്ചിരിക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് വന്നാട്ടെ. ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ലേശം കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സോയാ ചങ്കും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കും. നമ്മുടെ സോയാ ചങ്ക് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. കറിയായിട്ട് എടുക്കണമെങ്കിൽ അതേ ലൂസിലങ്ങ് എടുക്കുക. ഇത് നമുക്കിപ്പോൾ നല്ലൊരു ഡ്രൈ ആയിട്ട് എടുക്കാം. നമ്മൾ ലേശം വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കാം. റെഡി ആയിട്ടുണ്ട്. റോസ്റ്റ് കറിയായിട്ടല്ല എടുത്തേക്കുന്നത്, റോസ്റ്റായിട്ടാണ്. ഇതൊന്നും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ ബീഫൊക്കെ ഒന്ന് വരണ്ട് വരുന്ന പോലെ ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നമുക്കൊരു വേറൊരു പാത്രത്തിലിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളുടെ സോയാ ചങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ഇച്ചിരി നീട്ടി വേണമെന്നുണ്ടെങ്കിൽ അത് അനുസരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല ഡ്രൈ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഒരു ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ ഓർത്തില്ല, അതുകൊണ്ട് ഇട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ.